സർ ശില്പ എവിടെ? അപ്പൊ എന്ത് ചെയ്യും സാറേ? സർ ശില്പ എവിടെ സർ? പറയാടാ. വാ വാ. സർ സർ കയറ്. വാ ഇറങ്ങ്. എന്താ സർ ഇവിടെ? അവൾക്ക് എന്താ പറ്റിയത്? നീ വാ. സാറേ സാറേ എന്തിനാ സാറേ നമ്മളിവിടെ വന്നേക്കണേ? ഇന്നലെ രാത്രി അവളൊന്നിനും സമ്മതിച്ചില്ലടാ. അവസാനം നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം എന്നോട് പറയേണ്ടി വന്നു. അപ്പോൾ അവള് വയലൻ്റായി. സാർ എന്നിട്ട് അവളെവിടെ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇത് പുറത്താരും അറിയാമെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. ഒച്ച വച്ച കൊന്നുകളെ എന്റെ മോനെ. അവള് ചത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയും കൂടിയാ കേട്ടോടാ. ഇതിപ്പോ അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം. എന്റെ കാര്യം സേഫാക്കാൻ എനിക്കറിയാം. ഇതിന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. എനിക്ക് രക്ഷപ്പെടണ്ട സാർ. ഞാൻ കാരണമല്ലേ അവള്. കുറ്റബോധമൊക്കെ നല്ലതാ. പക്ഷെ അകത്ത് പോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവുകയില്ല. നിനക്ക് യൂസിന് പോകാൻ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ? ആലോചിക്ക്. സർ സർ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം സർ. എനിക്ക് പോണം സർ. പറയണ പോലെ ഞാൻ എന്തും ചെയ്യാം സർ. എന്നാ ബോഡി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് കണ്ടോ? വേണ്ട സർ, എനിക്ക് കണ്ട. കുറെ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ. വെറുതെ ഒന്ന് പോയി കണ്ടോ. സർ സർ അത് അവളല്ല സർ. സർ അതിന്റെ ശില്പയല്ല. അതേടാ, അതവളല്ല. എന്താ നിനക്ക് നിരാശയുണ്ടോ അതില്? ശില്പ, എന്താ പേടിയുണ്ടോ? സർ
ഞാൻ കാല് പിടിക്കാം. എന്നെ എന്റെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. നിന്റെ രാഹുൽ അവനിപ്പം നിന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാണെന്നറിയോ? ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് No. Never. എന്റെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതേ ആത്മാർത്ഥത ആ ആൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം. നിന്റെ രാഹുൽ ഇന്നലെ എന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ, അതെന്റെ സ്റ്റേഷൻ ഏരിയ. 2 ദിവസം മുമ്പ് നിന്നെപ്പോലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഒരുത്തനവിടെ കറങ്ങാൻ വന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിന്റെ ഡെഡ് ബോഡിയാ. അവനും അവന്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ, നിന്നെപ്പോലെ തന്നെ ആ പെങ്കൊച്ച് ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? ഇവിടെ അടിവാരത്തില് ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോൾ 4 വയസ്സുള്ള അവരുടെ പെങ്കൊച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശവ. 70 വയസ്സുള്ള കിളവം കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട്. ആ കഴിവായ സ്റ്റേഷനിലിട്ട് ചവിട്ടി കൂട്ടുന്നു. നരകത്തിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ടേ ഞാൻ അവനെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല എന്റെ രാഹുൽ. അവനൊരു പാവ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ്. പേടിക്കണ്ട, അവിടെ എൻ്റെ ഭാര്യയും മോളും ഒക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എൻ്റെ രാഹുൽ ശരിക്കും ആരാണ്. ശില്പ, ഇന്നത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്നെ. എന്ത് സിറ്റുവേഷനാടാ? ഈ കൊച്ചിനെ സ്ഥാനത്ത് നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ കൂട്ടിക്കൊടുക്കോ? സിറ്റുവേഷൻ. എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കുണ്ട് വളർന്നു വരുന്നൊരു മോള്. ശില്പ, നിനക്കിനി ഇവൻ്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ പോവാ. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശില്പ, ലെറ്റ്സ് ഫർഗെറ്റ് അബൌട്ട് ഓൾ ദിസ്. നമുക്ക് ഇവിടുന്ന് പോവാം. We must move on. Shilpa. Shilpa. Listen. Shilpa. ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചിരുന്നാൽ പോലും നമ്മുടെ റിലേഷൻ ഒരു രീതിയിൽ എഫക്ട് ചെയ്യില്ല ശില്പ. Let's get married like we planned. I love you, Shilpa. I won't trust you anymore. Please leave me. നൗകയുമായി അപ്പൊ അതാണ് ഈ ഫ്രസ്ട്രേഷന്റെ കാര്യം. എന്താ പെണ്ണുങ്ങൾ മാത്രമേ തേച്ചിട്ട് പോവാറുള്ളൂ? നിങ്ങൾ ആണുങ്ങൾ എന്താ മോശക്കാരാണോ? എല്ലാ ആണുങ്ങളും നിന്റെ മറ്റവനെ പോലെയാന്ന് വിചാരിച്ചേ. നീ അവന്റെ കൂടെ എൻജോയ് ചെയ്തില്ലേ? അത് ലാഭാന്ന് വെച്ചോ? അല്ല മോശം.